വീഴ്ചകൾ വന്നിട്ടും ഒട്ടും നിഷേധിക്കാതെ എന്നെ കേവലം സ്നേഹിച്ചു പാലിച്ചിടുന്നവ സ്നേഹമതുല്യമഹോ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ. ആദ്യം ചിന്തയിലടങ്ങാ സിന്ധു സമാനവ സന്തതം കാണുന്നു ഞാൻ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 45 സങ്കീർത്തനം 13 വാക്യം. അന്തഃപുരത്തിലെ രാജകുമാരി ശോഭ പരിപൂർണയാകുന്നു, അവളുടെ വസ്ത്രം പൊൻകസവ് കൊണ്ടുള്ളത്. ഈ വാക്യം ക്രിസ്തുവിൻ്റെ മണവാട്ടിയായ സഭയുടെ ആന്തരിക സൗന്ദര്യത്തെയും വിശുദ്ധിയെയും സൂചിപ്പിക്കുന്നു. ഭാഗ്യമായ അലങ്കാരത്തേക്കാൾ ദൈവത്തിൻ്റെ വചനത്താൽ ഹൃദയത്തിൽ ശോഭിക്കുന്ന ആത്മീയ സൗന്ദര്യത്തിനാണ് ഇവിടെ പ്രധാനം. പൊൻകസവണിഞ്ഞ വസ്ത്രം നീതിയുടെയും വിശുദ്ധിയുടെയും പ്രതീകമാണ്. രാജകുമാരി അന്തഃപുരത്തിൽ സുന്ദരിയായിരിക്കുന്നത് പോലെ വിശ്വാസിയുടെ ശോഭ ഹൃദയത്തിലാണ്. ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അത് വർദ്ധിക്കുന്നു. പൊൻകസവ് വസ്ത്രം എന്നത് ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന നീതിയും വിശുദ്ധവുമായ ജീവിതത്തെയും പ്രതിനിധീകരിക്കുന്നു. ക്രിസ്തുവിൻ്റെ മണവാട്ടിയായ നാം ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കേണ്ടതിന് വിശുദ്ധിയിൽ ദിനംപ്രതി വളരണം. പ്രിയരെ, പുറം അലങ്കാരം തെറ്റല്ല, പക്ഷേ അത് അകത്തെ ശൂന്യത മറയ്ക്കുന്ന ഒന്നായി തീരരുത്. ദൈവം ആദ്യം മാറ്റുവാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഹൃദയമാണ്. അകത്ത് മാറ്റം വന്നാൽ പുറം ജീവിതവും മാറും. ദിവസേന ദൈവസന്നിധിയിൽ സ്വയം പരിശോധിച്ച് നമ്മുടെ ഹൃദയത്തെ പുതുക്കുന്ന അനുഭവത്തിലേക്ക് നമുക്ക് രൂപപ്പെടാം. പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ അകത്തെ മനുഷ്യനെ പുതുക്കി നിൻ്റെ കൃപയുടെ പൊൻകസവാൽ എൻ്റെ ജീവിതത്തെ അലങ്കരിക്കണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.